വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, എന്തായാലും അതൊരു വലിയ മുതൽക്കൂട്ടാവും എന്നുള്ളത് തീർച്ച തന്നെയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് എൻ്റെ ഒരു വ്യൂസ് മാത്രം ഞാൻ പറയാം. അതിൽ സ്വഭാവവും മനോഭാവവും എന്നുള്ള ആണ് പുസ്തകത്തിൻ്റെ ടൈറ്റിലായിട്ട് സാർ കൊടുത്തിരിക്കുന്നത്. അത് സ്വഭാവം എന്ന് പറയുന്നത് വ്യക്തിയുടെ ആന്തരികമായിട്ടുള്ള ഗുണങ്ങളെയും, മനോഭാവം എന്ന് പറയുന്നത് ബാഹ്യ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഇടപഴകുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ളതുമാണെന്നാണ് അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്നത്. സ്വതവേ നമ്മൾ മനഃശാസ്ത്രപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ഒരു വ്യക്തിയുടെ സ്വഭാവം നിർണ്ണയിക്കാൻ മനോഭാവം വേണം. എന്നാൽ എല്ലാ സമയത്തും അദ്ദേഹം പറഞ്ഞ പോലെ മനോഭാവത്തിന് മാറ്റം വരാം. കാരണം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ചില വ്യക്തികളെ ഇഷ്ടമല്ല, പക്ഷേ ഒരു വിവാഹമാണെന്ന് വിചാരിക്കുക. അതിന് നമുക്ക് ആ വ്യക്തികളെ നമുക്ക് വ്യക്തിപരമായ ഇഷ്ടമല്ലെങ്കിലും ആ വിവാഹത്തിന് പങ്കുചേരേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ മനോഭാവം, സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോണ്ട എന്നുള്ള ഒരു ഇതിലായിരിക്കും ഇരിക്കുക. പക്ഷേ അവിടെ പോകേണ്ടി വരും. അപ്പം നമ്മുടെ ബിഹേവിയർ അവിടെ ചേഞ്ച് ചെയ്യേണ്ടി വരും. മനോഭാവം നമ്മുടെ എന്തായിരിക്കും, ആ വ്യക്തിയോട് എന്തായിരിക്കും, നെഗറ്റീവാണ്. പക്ഷെ നമുക്ക് അവിടെ പോകേണ്ടി വരികയാണ്. ചില കാരണങ്ങൾ കൊണ്ട് നിർബന്ധമായും പോകേണ്ടി വരുമ്പോൾ നമ്മൾ നമ്മുടെ സ്വഭാവത്തെ ആ സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഇത് തിരിച്ചുമാവാം. മനോഭാവം ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥയും ചില സന്ദർഭങ്ങളിൽ നമുക്ക് വരാം. നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി സമൂഹത്തിൽ നല്ല രീതിയിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ വ്യക്തി എപ്പോഴും സമൂഹത്തിന് നല്ലതാവുന്നത് എപ്പോഴും അവിടെ എന്താ പറയുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തി സമൂഹത്തിന് കൊടുക്കുമ്പോഴാണ് വ്യക്തി സമൂഹത്തിന് നല്ലതാവുന്നത്. നെഗറ്റീവായിട്ട് ആ സമൂഹത്തിനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ ഒരിക്കലും സമൂഹം ഏറ്റെടുക്കില്ല. അതിനെ നമ്മൾ എന്താ പറയുക, നല്ലത് എന്ന് പറയില്ല. അങ്ങനെയാണല്ലോ. അപ്പോൾ അത് നല്ലതാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുക മനോഭാവം വ്യക്തിയുടെ നന്നാവണം എന്നാണ്. പൊതുവേ ഇവർക്ക് അറിയുന്നുണ്ടാവും, ഇവിടെ സൈക്കോളജിസ്റ്റ് ഇരിക്കുന്നുണ്ട്, അതിന് മുമ്പിൽ തന്നെ ഞാൻ പറയുന്നത്. സ്വതവേ നമ്മൾ പറയുക ആറ്റിറ്റ്യൂഡ്, മനോഭാവം 4 തരത്തിലുണ്ട് എന്ന് പറയും. ഷുഗർ ആറ്റിറ്റ്യൂഡ്, സ്പോഞ്ച് ആറ്റിറ്റ്യൂഡ്, മഡ് ആറ്റിറ്റ്യൂഡ്, സ്റ്റോൺ ആറ്റിറ്റ്യൂഡ്. ഇതിൽ ഞാൻ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പരീക്ഷണം പോലെയൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്, രസകരമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പഞ്ചസാര, ഷുഗർ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പഞ്ചസാരനെ നമ്മൾ വ്യക്തികളായിട്ട് കണക്കാക്കുക എന്ന് വിചാരിക്കുക. ജലത്തെ നമ്മൾ സമൂഹമായി കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര ഓരോ വ്യക്തിയുമാണല്ലോ. അതിൽ ഓരോ തരി പഞ്ചസാരയും നേരത്തെ തന്മാത്രകൾ ആ വെള്ളത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ആ സമൂഹം എന്തായി മാറുന്നു. ഈ ഷുഗർ എന്ന് പറയുന്ന അതിൻ്റെ തന്മാത്ര വെള്ളം എന്ന് പറയുന്നതിൻ്റെ മോളിക്യൂളുകളുടെ ഇടയിലേക്ക് ചെന്ന് ചേരുമ്പോഴാണല്ലോ അത് എന്താവുന്നത്, പഞ്ചസാര വെള്ളമാവുന്നത്. ആ പഞ്ചസാര വെള്ളമാവുമ്പോഴേക്കും ആ സമൂഹം എന്തായി മാറുന്നു, മധുരം അല്ലേ. മധുരം എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? പോസിറ്റീവാണ് അല്ലേ. മധുരം ഉള്ള ഒരു സമൂഹമായി മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം വ്യക്തികൾ സമൂഹത്തിലേക്ക് നന്മ ചെയ്യുന്ന സമൂഹമായിട്ട് ആ സമൂഹത്തിനെ മൊത്തം ആ വ്യക്തികളുടെ പേരിലായിരിക്കും ചിലപ്പോൾ ആ സമൂഹം പോലും അറിയപ്പെടുക. അതേപോലെ നമ്മൾ സ്റ്റോൺ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ധാരാളം കാണാൻ കഴിയുന്ന ആൾക്കാരായിരിക്കും സ്റ്റോൺ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ, അല്ലേ ടീച്ചർ? അതെ. അപ്പോൾ സ്റ്റോൺ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കല്ലുകളെ ഒന്ന് വെള്ളത്തിലിട്ട് നോക്കുക, എന്താ സംഭവിക്കുന്നത്? ജലത്തിൽ ലയിക്കുവോ? ഇല്ല. എന്താ സംഭവിക്കുക? അടിയിലൊരു മൂലയിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കില്ല, അല്ലെങ്കിൽ താഴ്ത്തിങ്ങനെ ജലത്തോടൊട്ടും യാതൊരു തരത്തിലും സഹകരണമില്ലാത്ത മാതിരി അതിൻ്റെ മോളിക്യൂളുകളിൽ ഒരിക്കലും ഇതിൻ്റെ സാന്ദ്രത ഒക്കെ പ്രശ്നമായത് കാരണം ഒരിക്കലും അതിന് ഇഴുകി ചേരാൻ കഴിയില്ല. അപ്പോൾ ഈ സ്റ്റോൺ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ അപ്പുറത്തെ ഒരു ആക്സിഡന്റ് നടന്നാലും വലിയ മല ഇടിഞ്ഞു വീണാലും തങ്ങളുടെ വീടുകളിൽ എങ്ങനെ തങ്ങൾക്ക് അതിൽ യാതൊരു ഭാഗവാക്കുമാവാതെ രക്ഷപ്പെട്ട ഒരു മൂലയിലിരിക്കാം എന്ന് ചിന്തിക്കുന്നതാണ് സ്റ്റോൺ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ. അത്തരം മനോഭാവമുള്ള ആൾക്കാരെ ധാരാളം കണ്ടിട്ടില്ലേ?
ഇല്ലേ? നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു 75% അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ചെറിയ കാലത്തെ പരിചയം വെച്ചിട്ട്. അതേപോലെ നമ്മൾ മഡ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരെ കുറിച്ച് പറയും. മഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെളി. അത് നമ്മൾ ജലത്തിലേക്ക് ഇടുമ്പോൾ, ജലത്തിനെ നമ്മൾ സമൂഹമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പൊ ജലത്തിലേക്ക് മഡ് ഇടുന്നത് എന്താ സംഭവിക്കുന്നത്? ആ ജലം ആ മണ്ണിന്റെ അല്ലെങ്കിൽ ആ ചെളിയുടെ സ്വഭാവത്തെ അത് എടുക്കുന്നു. എന്നാൽ ജലത്തിന്റെ സ്വഭാവം നഷ്ടപ്പെടുകയും ചെയ്തു. അതിന് യാതൊരു തരത്തിലും പിന്നെ ആ ജലം ഉപയോഗിക്കാൻ പറ്റാതെ, പിന്നെ നമ്മൾ അതിനെ മറ്റേ ഫിൽട്രേഷനും മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണ്ടി വരും അതിനെ പിന്നീട് ആ ജലമായിട്ട് നമുക്കൊരു ഉപയോഗപ്രദമായി മാറ്റാനായിട്ട് കഴിയുക. അപ്പൊ അത്തരം സ്വഭാവമുള്ള അല്ലെങ്കിൽ മനോഭാവമുള്ള ആൾക്കാർ സമൂഹത്തിലുണ്ടെങ്കിൽ ആ സമൂഹത്തിനെ നശിപ്പിച്ച് അതിൻ്റെ ഒരു ചെറിയ അംശം മതി, മണ്ണ് ചെറുതായിട്ട് നട്ടാൽ മതി, പിന്നെ ആ ജലം ഒന്നിനും പറ്റില്ല. അപ്പൊ അത്തരം ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ സമൂഹത്തിന് ഒരിക്കലും നല്ലത് ചെയ്യുന്നില്ല. അതേപോലെ വേറൊന്നാണ് സ്പോഞ്ച് ആറ്റിറ്റ്യൂഡ്. സ്പോഞ്ച് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോഞ്ചിന്റെ ഒരു കഷ്ണം നമ്മൾ ജലത്തിൽ ഇടാന്ന് വിചാരിക്കാം. എന്താ സംഭവിക്കുക? ജലം കുറയും അല്ലേ? ആ സ്പോഞ്ച് അതിനെ വലിച്ചെടുക്കുന്നു. ഈ സ്പോഞ്ച് അതിൻ്റെ ആ സ്വഭാവം ജലത്തിലേക്ക് ഇട്ടപ്പോൾ തന്നെ അത് വലിച്ചെടുത്ത് ജലത്തിലേക്ക് അതിൻ്റെ യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല. പക്ഷെ മാക്സിമം എക്സ്പ്ലോയിറ്റേഷൻ, എക്കണോമിക്സിൽ പറയണത് ഈ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദി അവൈലബിൾ റിസോഴ്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്കണോമിക്സിൽ ഉണ്ടെന്നോ. അപ്പൊ അതേപോലെ അതിൻ്റെ എല്ലാ സത്തും ഇങ്ങോട്ട് വലിച്ചെടുക്കുന്നു. അത് യാതൊരു തരത്തിലും ജലത്തിന് ഒന്നും തന്നെ സംഭാവന ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ നിന്ന് നമ്മളിൽ നിന്നും എക്സ്പ്ലോയിറ്റേഷൻ നടത്തും. ബട്ട് ദേ വിൽ നെവർ ബി എനി കൈൻഡ് ഓഫ് യൂസ്ഫുൾ ടു അസ് എന്നുള്ള ഒരു അവസ്ഥ വരുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ മനഃശാസ്ത്രപരമായിട്ട് സാധാരണ പറയാറ്. ഈ 4 ടൈപ്പിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ ഈ 4 ടൈപ്പിലുള്ള ആൾക്കാരുണ്ടെങ്കിലും അവസാനം പറയുന്നുണ്ട്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും കൂടി വികാസത്തിനായിരിക്കണം എന്നല്ലേ താങ്കൾ ഊന്നിയിരിക്കുന്നത് അതിൽ ലാസ്റ്റിൽ? അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ചിന്തകൾ വിവേകപൂർണമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിലെ തന്നെ പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും വികസനത്തിനായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ പല ക്ലാഷുകളും വരും. എങ്കിലും അതിനെ ക്രിയാത്മകമാക്കി നല്ലൊരു സമൂഹം ഉണ്ടാവാൻ വേണ്ടി എങ്ങനെയാണോ കൂട്ടായി, ഇപ്പൊ നേരത്തെ ആറ്റത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞ മാതിരി കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ടാവുന്ന കാര്യമൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാകുമ്പോൾ അത് ചേരുന്ന രീതിയിൽ ചേർന്നാലാണ് ആ കാർബൺ കോമ്പൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ട് കോവലന്റ് ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എന്താക്കാൻ പറ്റുന്നുള്ളൂ? ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കോമ്പൗണ്ടായിട്ട് മാറുന്നുള്ളൂ. അപ്പൊ അതേമാതിരി അത്തരം രീതിയിലുള്ള പരസ്പരം ഉള്ള ധാരണയും വിവേകവും മനുഷ്യന് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം മനുഷ്യന്റെ ഭാവിയിലുള്ള ഓരോ പ്രവർത്തനങ്ങളും, എങ്കിലാണ് വികസനം ഉണ്ടാവുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. എനിക്ക് മനഃശാസ്ത്രപരമായി എനിക്ക് തോന്നിയിട്ടുള്ള അതിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും. അത് ശരിയും തെറ്റും ഉണ്ടാവും, ക്ഷമിക്കണം. എന്തായാലും ഈ ബുക്ക് ഭാവി തലമുറയ്ക്ക് ഒരു നല്ല മുതൽക്കൂട്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇത് വരും തലമുറയിൽ സ്വതന്ത്രമായാലും ഏതിനായാലും ഒരു അഡീഷണൽ വിഷയം എന്ന രീതിയിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ ഉപയോഗിക്കുമാറാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. Show.